ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളെ ഇതുപോലെ ഒരു വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എഡിറ്റിംഗ് ഒക്കെ എന്തായാലും കുറച്ച് പഠിച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ കഴിവ് മുഴുവനും ഞാൻ പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മാത്രം മതി 500 അടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ് ചെയ്തോ. അത് മാത്രമല്ല, നമ്മുടെ ഗിവയുടെ കാര്യമൊന്നും അവനെ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇനിയുള്ള വീഡിയോസിലെല്ലാം നമുക്കാണ് ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫയർ അടിക്കാനായിട്ട് വളരെ കുറച്ച് ടൈമും കൂടി മാത്രം മതി, കുറച്ച് ടൈം ഗ്യാപ്പ് കൂടി മതി. ഗീവയുടെ റിസൾട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് 500 കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഗീവയുടെ റിസൾട്ട്. ഇപ്പോൾ ഗീവേ എന്താണ് കൊടുക്കുന്നത് ചോദിക്കുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്നാലും ഒരു 400 ആകുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഗീവേ കൊടുക്കുന്നതെന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു നെയിം നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആനുവൽ ഡേ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ആനുവൽ ഡേ ഹാർമണി 2K25 അറിയാമല്ലോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന യോഗ ഡാൻസിനായിരുന്നു. ബട്ട് ഇതിന് മുമ്പ് തന്നെ ഫസ്റ്റ്ലി നമ്മുടെ ക്ലാസ് വൈസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. മണിപ്പൂരി, രാജസ്ഥാൻ, കാശ്മീരി, കർണാടക ആൻഡ് തമിഴ്നാട്, പിന്നെ ഒരു എറോബിക് ഡാൻസ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് KG സെക്ഷന് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ സിനിമാറ്റിക്സ് ആണ്. KG സ്റ്റുഡൻസിനും KG തൊട്ട് LKG UKG വരെയുള്ള എല്ലാ കുട്ടികൾക്കും സിനിമാറ്റിക് ഡാൻസസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ശ്രീലങ്ക ഉണ്ടായിരുന്നു, മണിപ്പൂരി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും ടീമൊന്നും ഇങ്ങനെ അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു ഇത്തവണത്തെ ഈ ഒരു ആനുവൽ ഡേ. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയായിരുന്നു ഈ ഒരു ആനുവൽ ഡേ അടിച്ചു പൊളിച്ചു എന്തായാലും. പിന്നെ എനിക്കായിരുന്നു കേസ് സ്കോളർഷിപ്പിന് 2nd പ്രൈസ് ഉണ്ടായിരുന്നു. എന്നെന്തോ ഭയം കൊണ്ട് കിട്ടി കേസ്. ഇനി എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ദൈവത്തിനോടാണ് താങ്ക് യു പറയേണ്ടത്. കാരണം നമ്മൾ പഠിക്കുകയും ചെയ്തു, എൻ്റെ കുറച്ച് എഫേർട്ട് ഉണ്ട്, ബട്ട് ദൈവത്തിന് അനുഗ്രഹം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ 2nd പ്രൈസ് എടുത്തിട്ടുണ്ട് എന്തായാലും സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ആനുവൽ ഡേ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ ഡേ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് പാറ്റിയാല വിത്ത് ചുരിദാറായിരുന്നു. ഞാൻ കഴിഞ്ഞ യോഗ ഡാൻസിന് കയറാൻ പറ്റാഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. ഇത്തവണത്തെ യോഗ ഡാൻസ് ഞാൻ കയറും എന്നുള്ള ഒരു വാശിക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇത്തവണ യോഗ ഡാൻസിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈമിൽ കുറച്ചുകൂടി അഡ്വഞ്ചറായിട്ട് തോന്നിയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് ചക്രാസനവും സർവങ്കാസനവും ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോമഡി ആയിരുന്നു അവിടെ. എല്ലാവരും ചിരിച്ച് പൊട്ടിച്ചിരിച്ച് എന്തൊക്കെയോ പറയാമെന്ന് പറയില്ല. നമുക്ക് അറിഞ്ഞ് വേണം ഞാൻ ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും അറ്റ്ലാസ്റ്റ് നിങ്ങൾക്ക് ശീർഷകം ചെയ്തൊരു ബോയ് കാണാം. അവനെ ഞാൻ നല്ല ചിരിപ്പിച്ചിങ്ങനെ അവനെ കൺട്രോൾ വിട്ട് എൻ്റെ ചിരി കണ്ടപ്പോഴത്തേക്കും എന്താണേലും അടിപൊളിയായിരുന്നു കേസ് എല്ലാം. പിന്നെ എസ്പെഷ്യലി നമ്മൾ താങ്ക് യു പറയേണ്ടത് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ മാഗ്ദിൽ റിച്ചാർഡ് ആൻഡ് മാസ്റ്റർ ഫിലോ മാത്യു, എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയണം. പക്ഷേ എസ്പെഷ്യലി നമ്മുടെ സിസ്റ്ററാണ് എല്ലാം നോക്കി നടത്തി. എല്ലാം നല്ല അടിപൊളിയായിരുന്നു ദലിത് ആനുവൽ ഡേ. അത് മാത്രമല്ല, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ എൻ്റെ ആനുവൽ ഡേ ഫുൾ വ്ളോഗ് തന്നെയായിരുന്നു ഇതെന്ന് പറയാം. ഫുൾ വ്ളോഗില്ലെങ്കിൽ ഡാൻസ് വ്ളോഗാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പിയാനോ ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ ആർട്ട് ഉണ്ടായിരുന്നു, ആൻഡ് ഓൾസോ അവാർഡ് ഫംഗ്ഷൻ. പിന്നെ അതല്ല മാത്രമല്ല, എന്തെല്ലാം മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ്. അത് അടിപൊളിയായിരുന്നു. ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ജലി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഡാൻസ് ടീച്ചറായിരുന്നു. ഇത് അത്യാവശ്യം നല്ല വൈറലൊക്കെ ആയിട്ടുള്ളൊരു ടീച്ചർ തന്നെയാണ്. അഞ്ജലി PS എന്നോ അങ്ങനെ എന്തൊക്കെയാണ് നെയിം വരുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ ഈ ഒരു ആനുവൽ ഡേയുടെ തന്നെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ടീച്ചേഴ്സും പ്രീ കെ ജിയിലെ കുട്ടികളുടെയൊക്കെ ഫസ്റ്റ് ഡാൻസിനായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അവരുടെ പേരൻസിൻ്റെയൊക്കെ മുമ്പിൽ ചെല്ലുന്ന ഒരു ഫസ്റ്റ് ഡാൻസിനെയായിരിക്കും. പിന്നെ ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല രീതി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യും. കഴിഞ്ഞ വർഷം എനിക്ക് ശരിക്കും ഡാൻസ് കളിക്കാൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു ഇത് മാത്രം ഇട്ടിരുന്നു. ബട്ട് ഇത്തവണ ഞാൻ വളരെ പ്രൗഡോടെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ആനുവൽ ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മുഖഭാവം ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട. ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺട്രോൾ തെറ്റി എല്ലാം കുളർന്നുകൊണ്ടും. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, എൻ്റെ യോഗ സാർ എന്ന് പറയുന്നത് വേണുഗോപാൽ സാറാണ്. ആൾ ഭഗവത്ഗീത ക്ലാസ്, രാമായണം ക്ലാസ്, മഹാഭാരതം അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഭഗവത്ഗീത ക്ലാസ്സിന് ഞാൻ പോകുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തോ അവിടെ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ രാജസ്ഥാനി ഡാൻസിനായിരുന്നു ആദ്യം ചേർന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് പനി വന്ന് ഞാൻ 2-3 ദിവസത്തെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അറിയാവുന്നൊരു ഡാൻസ് കൂടി യോഗയായിരുന്നു. നിങ്ങളോട് പറഞ്ഞല്ലോ യോഗ ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷമേ നോട്ടി കിട്ടുന്നൊരു ഡാൻസ് പോലെയായിരുന്നു യോഗ ഡാൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യോഗ ഡാൻസ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാം അവിടെയൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഒന്ന് പിടിച്ചിട്ടെടുക്കുകയാണെങ്കിൽ യോഗ ഡാൻസ് കംപ്ലീറ്റ്ലി നല്ല ഔട്ട്ലുക്ക് പക്ഷെ നല്ല രീതിയിൽ തന്നെ കളിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ യോഗ ഡാൻസ് ചേർന്നു കേട്ടോ. ആദ്യം ഞാൻ പൊങ്ങണില്ലേ സർവകാസനം ചെയ്തിട്ട് പിന്നെ ഞാൻ പൊങ്ങുകയാണ്. ഞാൻ അത് മാത്രമല്ല ആക്ച്വലി എനിക്ക് മാത്രമല്ലായിരുന്നു ചുരിദാർ, ബാക്കി എല്ലാവർക്കും ടീഷർട്ടായിരുന്നു ഗൈസ്. അതിൻ്റെയൊക്കെ ചെറിയൊരു ഇതുണ്ട് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും നല്ല ഒരു ഇതോടെ തന്നെ നല്ലൊരു വൈബായിരുന്നു എൻ്റെ ഇത്തവണത്തെ ആനുവൽ ഡേ. പിന്നെ എൻ്റെ ഡാൻസിന് അവസാനം രാജസ്ഥാനെ മാറ്റിയിട്ട് കണ്ടോ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടോ? നല്ല ചിരി വരുന്നുണ്ട് എനിക്ക് ചെയ്തിട്ട്. എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ചിരി വരുന്നുണ്ട്. അവർ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫണ്ണായിരുന്നു കേട്ടോ യോഗ ഡാൻസ്. ബട്ട് കണ്ടു നിന്ന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വലിയൊരു ഫോൾട്ട് എന്ന് പറയാനുള്ളത് ഞങ്ങൾ മേക്കപ്പ് തന്നെയായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സൊന്നും നമ്മളെ ജെസി മിസ് എന്ന് പറയുന്നൊരു മിസ്സാണ്, കമ്പ്യൂട്ടർ മിസ്സായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുടി കെട്ടാനാണ് എല്ലാത്തിനും ഒക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തായാലും യോഗ ഡാൻസ് ഇല്ല കേട്ടോ. എന്തായാലും അടുത്തു ഗൈസ്, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്തായാലും. പിന്നെ എൻ്റെ ലാസ്റ്റ് ഇയറാണ് 2026 കാരണം എൻ്റെ സ്കൂൾ സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പറവൂർ നോർത്ത് പറവൂറാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എൻ്റെ സ്കൂളിൽ 7th ക്ലാസ് വരെ ഉള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ 7th പ്രൊമോട്ടഡ് ആയിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിലായിരുന്നു ഞാൻ. 7th ഇപ്പം എൻ്റെ ലാസ്റ്റ് ഇയർ ആണ് കേട്ടോ. എന്തായാലും ആ ഒരു സ്കൂളിൽ എന്തായാലും അടിച്ച് പൊളിച്ച് വൈബായിട്ട് വേണം ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങാനുള്ള ഒരു നല്ല ആഗ്രഹം എനിക്കുണ്ട് ഗൈസ്. പിന്നെ എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്തവണ എന്തായാലും എൻ്റെ അമ്മ കുവൈറ്റിൽ പോയതുകൊണ്ട് തന്നെ എനിക്കൊരു മിസ്സിങ് ആയി പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ എല്ലാത്തിനും വരുന്നത്. ബട്ട് ഇത്തവണ എന്തോ ഒരു മിസ്സിങ് പോലെ ഉണ്ടത് എൻ്റെ അമ്മ. കാരണം അമ്മ കുവൈറ്റിലാണ് കേട്ടോ. അമ്മ കുവൈറ്റിൽ കഴിഞ്ഞ ഇയർ 2024 തന്നെ പോയിട്ടുണ്ടായിരുന്നു. 2025 അങ്ങനെ നമ്മുടെ ഡാൻസ് ഇവിടെ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ശീർഷാസനം ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഇതിൽ ചിരി വരുന്നുണ്ട് എന്തായാലും. പിന്നെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ശീർഷാസനം നമ്മളെല്ലാം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഹായ് നോട്ട്സുള്ളത് നന്ദു, അന്ന എനിക്ക് 2 ആൾക്കും ഹായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.